സൗദിയിൽ 61 നിയമലംഘനങ്ങളും അവയുടെ ശിക്ഷയും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പ്രസിദ്ധീകരിച്ചു. സേവനാനന്തരം സർട്ടിഫിക്കറ്റ് നൽകാത്ത തൊഴിലുടമയ്ക്ക് 5000 റിയാൽ പിഴ നൽകണമെന്നാണ് ഉത്തരവ്. തൊഴിലാളിയുടെ സമ്മതമില്ലാതെ തൊഴിലുടമ പാസ്പോർട്ട് സൂക്ഷിക്കുന്നതിന് 2000 റിയാൽ പിഴ ഈടാക്കും. തൊഴിലാളികൾക്ക് സേവനാനന്തരം സർട്ടിഫിക്കറ്റ് നൽകാത്ത തൊഴിലുടമയ്ക്കെതിരെ 5000 റിയാൽ പിഴ ഈടാക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഇപ്രകാരം തൊഴിലാളിയുടെ ഭാവിയിലുള്ള തൊഴിൽ സാധ്യതയെ ബാധിക്കുന്ന തരത്തിൽ സർട്ടിഫിക്കറ്റിൽ പരാമർശമുണ്ടായാലും 5000 റിയാൽ പിഴ നൽകേണ്ടിവരും. 61 നിയമലംഘനങ്ങളും അവയുടെ ശിക്ഷയും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഇക്കാര്യമുള്ളത്. ചില നിയമലംഘനങ്ങൾക്ക് പരമാവധി ശിക്ഷയും ചിലതിന് പരമാവധി ശിക്ഷയുടെ പകുതിയും നൽകുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കുന്നു. തൊഴിലാളിയുടെ ശമ്പളം പൂർണ്ണമായോ ഭാഗികമായോ തടഞ്ഞുവെക്കുക, തൊഴിൽ കരാർ അവസാനിക്കുന്ന വേളയിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളും തിരിച്ചു നൽകാതിരിക്കുക, മെഡിക്കൽ പരിശോധന നടത്തേണ്ട ചില പ്രത്യേക തൊഴിലാളികളിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും അവ നടത്താതിരിക്കുക, 50 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ 12% സ്വദേശികളെ പരിശീലിപ്പിക്കാതിരിക്കുക തുടങ്ങിയ വീഴ്ചകൾക്ക് 5000 റിയാൽ പിഴ ഈടാക്കും. തൊഴിലാളിയുടെ സമ്മതമില്ലാതെ അവരുടെ പാസ്പോർട്ട് സൂക്ഷിക്കുന്ന തൊഴിലുടമയുടെ മേൽ ഒരു തൊഴിലാളിയുടെ പേരിൽ മാത്രം 2000 റിയാൽ പിഴ ഈടാക്കും. തൊഴിൽ കരാറില്ലാതെ ജോലിക്ക് വെക്കുന്ന തൊഴിലുടമയുടെ പേരിൽ 5000 റിയാലാണ് പിഴ ഈടാക്കുക. ബലം പ്രയോഗിച്ച് ജോലി ചെയ്യിപ്പിച്ചാൽ 15000 റിയാലാണ് തൊഴിലുടമയുടെ പേരിൽ പിഴ ഈടാക്കുക. തിരിച്ചറിയൽ രേഖ, തൊഴിൽ പെർമിറ്റ്, റീ എൻട്രി തുടങ്ങി വിവിധ ഗവൺമെന്റ് ഫീസുകൾ തൊഴിലാളിയിൽ നിന്ന് തന്നെ ഈടാക്കുന്ന തൊഴിലുടമയുടെ പേരിൽ തൊഴിലാളി ഒന്നിന് 10000 റിയാൽ വെച്ച് പിഴ ഈടാക്കും. ചൂട് അമിതമായ ഘട്ടങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലാളിയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന തൊഴിലുടമയുടെ മേൽ 3000 റിയാൽ പിഴ ചുമത്തും. മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കാതെ മോശം കാലാവസ്ഥയിൽ തൊഴിലെടുപ്പിച്ചാലും തൊഴിലാളി ഒന്നിന് 3000 റിയാൽ പിഴ ചുമത്തും. ന്യൂസ് ബ്യൂറോ, സൗദി. ദമാമിൽ മത്സ്യവില്പന നടത്തുന്ന സ്ഥാപനങ്ങൾ വിലവിവരം വ്യക്തമാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി സൗദി കിഴക്കൻ പ്രവിശ്യ നഗരസഭ. ഒരാഴ്ചത്തെ സമയമാണ് ഇവ നടപ്പിലാക്കുന്നതിനായി സ്ഥാപന ഉടമകൾക്ക് നൽകിയിരിക്കുന്നത്. ദമാമിൽ മത്സ്യവില്പന നടത്തുന്ന സ്ഥാപനങ്ങൾ വിലവിവരം വ്യക്തമാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി സൗദി കിഴക്കൻ പ്രവിശ്യ നഗരസഭ അറിയിച്ചു. ഓരോ ഇനം മത്സ്യങ്ങളുടെയും വില വ്യക്തമാകുന്ന വിവരം ഉപഭോക്താക്കളുടെ മുൻപിൽ പ്രദർശിപ്പിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം. നിർദ്ദേശത്തെ തുടർന്ന് ദമാം മത്സ്യ മാർക്കറ്റിലുള്ള സ്ഥാപനങ്ങൾ വില വ്യക്തമാക്കിക്കൊണ്ട് വിവരങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങി. ദമാമിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 250-ൽ പരം വരുന്ന മത്സ്യവിപണന മാർക്കറ്റുകൾക്ക് നിർദ്ദേശം ബാധകമാണെന്ന് നഗരസഭ അറിയിച്ചു. ദമാമിനെ കൂടാതെ കോബാറിലും പ്രവർത്തിക്കുന്ന മത്സ്യവില്പന സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നഗരസഭ അധികൃതർ വ്യക്തമാക്കി. മത്സ്യക്ഷാമത്തിന്റെ പേര് പറഞ്ഞ് പല സ്ഥാപനങ്ങളും വൻതോതിൽ വില ഈടാക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. സ്ഥാപനങ്ങൾ വില പ്രദർശിപ്പിക്കണമെന്ന വ്യവസ്ഥ പ്രഖ്യാപിച്ചതോടെ ദമാം മാർക്കറ്റിൽ 30%-ലേറെ മത്സ്യത്തിന് വില കുറഞ്ഞിട്ടുണ്ടെന്ന് ബലദിയ അധികൃതർ അറിയിച്ചു. വില വ്യക്തമാക്കാത്ത സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദമാമിലെ 7000-ഓളം വാണിജ്യ സ്ഥാപനങ്ങൾ വിലവിവര പട്ടിക പ്രദർശിപ്പിക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ദമാം സെന്റർ ബലദിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഒരാഴ്ചത്തെ സമയമാണ് ഇവ നടപ്പിലാക്കുന്നതിനായി സ്ഥാപന ഉടമകൾക്ക് നൽകിയിരിക്കുന്നത്. സമയപരിധി അവസാനിച്ചതോടെ ബലദിയ അധികൃതർ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അമിതവില ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ബലദിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദമാം. വിജയദശമി ദിനമായ നാളെ ദുബായിൽ സരസ്വതി യജ്ഞം ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് കിസൈസിലെ ഇന്ത്യൻ അക്കാദമി സ്കൂളിൽ സരസ്വതി യജ്ഞം സംഘടിപ്പിക്കുകയാണ്. കാലത്ത് 6 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ വിദ്യാരംഭത്തിനുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഇതാദ്യമായാണ് സരസ്വതി യജ്ഞം മിഡിൽ ഈസ്റ്റിൽ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആചാര്യ എം.ആർ. രാജേഷിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഖത്തർ ഗ്യാസ് 8ാമത് GCC ക്വാളിറ്റി കോൺഫറൻസിന്റെ ഗോൾഡൻ സ്പോൺസറാകും. ഗുണമേന്മയും മനുഷ്യ വിഭവശേഷി വികസനവും എന്ന പ്രമേയത്തിൽ നവംബർ 10-ന് ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ചാണ് സമ്മേളനം നടക്കുകയെന്ന് ഖത്തർ ഗ്യാസ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഖത്തർ ഗ്യാസ് പബ്ലിക് റിലേഷൻ മാനേജർ അസം അബ്ദുൽ അസീസ് മനായി, ഗൾഫ് ഡെവലപ്മെന്റ് സെന്റർ ചെയർമാൻ മുഹമ്മദ് സാലി അൽ ഖുവാരി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ഗോപി ആശാന്റെ നേതൃത്വത്തിൽ അബുദാബി കേരള സോഷ്യൽ സെന്ററിൽ 3 ദിവസങ്ങളിലായി കഥകളി മഹോത്സവം നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സോഷ്യൽ സെന്റർ വേദിയിൽ 4 വേഷങ്ങൾ ഒന്നിച്ചണിനിരക്കുന്ന പകുതി പുറപ്പാട് എന്ന പരിപാടിയോടെ തുടക്കമാകുന്ന കഥകളി മഹോത്സവത്തിൽ ഗോപി ആശാനെ കൂടാതെ മാർഗി വിജയകുമാർ, കലാമണ്ഡലം ഷൺമുഖൻ, കലാമണ്ഡലം കൃഷ്ണദാസ് തുടങ്ങി 20ഓളം കലാകാരന്മാർ അണിനിരക്കും. വനിതാവൽക്കരണം നടപ്പാക്കിയ ശേഷം ലേഡീസ് ഷോപ്പുകളിൽ 60,000 സൗദി യുവതികൾക്ക് തൊഴിൽ ലഭിച്ചതായി തൊഴിൽ മന്ത്രാലയം വെളിപ്പെടുത്തി. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി വനിതകളിൽ 13%വും ലേഡീസ് ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവരാണെന്നും 4 വർഷത്തിനിടെ 4.68 ലക്ഷം സ്വദേശി വനിതകൾക്ക് ജോലി കണ്ടെത്താൻ കഴിഞ്ഞതായും തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. സൗദി അറേബ്യയിൽ സ്വദേശീവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികളുടെയും വനിതാവൽക്കരണ പദ്ധതികളുടെയും ഫലമായി 4 കൊല്ലത്തിനിടെ സ്വകാര്യ മേഖലയിൽ 4 ലക്ഷത്തോളം സ്വദേശി വനിതകൾക്ക് തൊഴിൽ ലഭിച്ചിട്ടുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു.
സ്വകാര്യ മേഖലയിൽ സ്വദേശി വനിതാ ജീവനക്കാരുടെ എണ്ണം 670% വർദ്ധിച്ചു. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് കണക്കുകൾ പ്രകാരം 4 കൊല്ലം മുമ്പ് സ്വകാര്യ മേഖലയിൽ 70,000 സൗദി വനിതാ ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം ആദ്യ പകുതിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശി വനിതാ ജീവനക്കാരുടെ എണ്ണം 4,68,000 ആയി ഉയർന്നു. സ്വകാര്യ മേഖലയിലെ വനിതാ ജീവനക്കാർ ഏറിയ പങ്കും ഓഫീസുകളിലും വ്യവസായങ്ങളിലുമാണ് ജോലി ചെയ്യുന്നതെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ലേഡി ഷോപ്പുകളിൽ വനിതാവൽക്കരണം നടപ്പാക്കൽ നിർബന്ധമാണ്. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തൊഴിൽ മന്ത്രാലയം നടപ്പാക്കി തുടങ്ങിയ പുതിയ തൊഴിൽ നിയമം സ്വകാര്യ മേഖലയിൽ വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തും. 38 വകുപ്പുകൾ ഭേദഗതി ചെയ്താണ് തൊഴിൽ നിയമം പരിഷ്കരിച്ചിരിക്കുന്നത്. വനിതാ ജീവനക്കാർക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉറപ്പു നൽകുന്നതാണ് പരിഷ്കരിച്ച തൊഴിൽ നിയമം. ഇത് ലേഡി ഷോപ്പുകളടക്കമുള്ള സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വനിതാ ജീവനക്കാർക്ക് ഒഴിഞ്ഞു പോകുന്ന പ്രവണത ഇല്ലാതാക്കും. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനും പുതിയ നിയമം ഉപകരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. വിവിധ രാഷ്ട്രങ്ങളിൽ നിയമിതരായ സൗദിയുടെ അംബാസഡർമാർ ഭരണാധികാരി സൽമാൻ രാജാവിന് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അമേരിക്ക, ജോർദാൻ, ജർമ്മനി, ഫ്രാൻസ്, മാൽദ്വീപ് എന്നിവിടങ്ങളിലെ പുതിയ സൗദി അംബാസഡർമാരായി നിയമിതരായവരാണ് സൽമാൻ രാജാവിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. സൗദിയുടെ സ്ഥാനപതിയായി നിയമിതരായവർ റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിലാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. അമേരിക്കയിലെ സൗദി അംബാസിഡർ അമീർ അബ്ദുള്ള ബിൻ ഫൈസൽ ബിൻ തുർക്കി ബിൻ അബ്ദുള്ള, ജോർദാനിലെ അംബാസിഡർ അമീർ ഖാലിദ് ബിൻ ഫൈസൽ ബിൻ തുർക്കി ബിൻ അബ്ദുള്ള, ഫ്രാൻസിലെ അംബാസിഡർ ഡോക്ടർ ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ അൽ കരി, ജർമ്മനിയിലെ അംബാസിഡർ ഡോക്ടർ ആവാദ് ബിൻ സ്വാലി അൽ ആവാദ്, മാലദ്വീപിലെ അംബാസിഡർ ബന്ദർ ബിൻ അലി ബിൻ അഹമ്മദ് അൽ കഹീൽ എന്നിവരാണ് രാജാവിനു മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ നായിഫ്, ഡെപ്യൂട്ടി കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയും രണ്ടാം ഉപപ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ, സാംസ്കാരിക ഇൻഫർമേഷൻ മന്ത്രി ഡോക്ടർ ആദിൽ ബിൻ സയ്യിദ് അൽ തുറൈഫി, വിദേശകാര്യമന്ത്രി ഡോക്ടർ നിസാർ ബിൻ ഉബൈദ് ബിൻ മദനി, സഹമന്ത്രിയും മന്ത്രിസഭാ അംഗവുമായ ഡോക്ടർ മുസാദ് ബിൻ മുഹമ്മദ് അൽ ഈബാൻ എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. MSC മായ എന്ന പേരിലുള്ള ഭീമൻ കാർഗോ കപ്പൽ സൗദി തീരത്ത് നങ്കൂരമിട്ടു. കഴിഞ്ഞ മാസം 26-ന് കടലിൽ ഇറക്കിയ കപ്പലിന് 19,224 കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഭീമൻ കപ്പൽ സൗദി തുറമുഖത്തെത്തിയതോടെ കിങ് അബ്ദുള്ള തുറമുഖത്തിന്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിച്ചതായി തുറമുഖ വക്താവ് അബ്ദുള്ള ഹമീദുദ്ദീൻ പറഞ്ഞു. MSC മായയ്ക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിരുന്ന ബ്രിട്ടന്റെ MSC ലണ്ടനും കിങ് അബ്ദുള്ള തുറമുഖത്ത് എത്തിയിരുന്നു. ലോകത്തെ 10 വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് കിങ് അബ്ദുള്ള തുറമുഖം. ഏഷ്യയെയും യൂറോപ്പിനെയും നേരിട്ട് ബന്ധിപ്പിക്കാൻ റാബക് കിങ് അബ്ദുള്ള തുറമുഖത്തിന് കഴിയും. നവംബർ 1 മുതൽ ജിദ്ദയിൽ നിന്ന് ആഴ്ചയിൽ 4 ദിനങ്ങളിൽ മുംബൈ വഴി കോഴിക്കോട്ടേക്ക് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നു. ഞായർ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ ജിദ്ദയിൽ നിന്നും കോഴിക്കോട്ടേക്കും, ഞായർ, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ തിരിച്ചും എയർ ഇന്ത്യ സർവീസ് നടത്തും. ജിദ്ദയിൽ നിന്ന് രാത്രി 9:15-ന് പുറപ്പെടുന്ന വിമാനം പിറ്റേന്ന് പുലർച്ചെ 4:20-ന് മുംബൈയിൽ എത്തിച്ചേരും. അവിടെ നിന്ന് രാവിലെ 6:25-ന് പുറപ്പെടുന്ന വിമാനം 8:45-ന് കോഴിക്കോട് എത്തും. കേരള